അപ്പം നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഇനി നമ്മൾ ആദ്യം കുറേ വാക്കുകളാണ് പരിചയപ്പെടാൻ പോകുന്നത്. പിന്നെ കുറേ വാക്കുകൾ പഠിച്ചിട്ട് നമുക്ക് പിന്നെ അടുത്തതിലേക്ക് പോകാം. ഇപ്പം ആദ്യം നമ്മൾ ഐ എന്ന് അറിയാം, എല്ലാവർക്കും അറിയാവുന്ന, ഞാനും യുവും ഐ ലവ് യു ഒക്കെ പണ്ടേ പഠിച്ചിട്ടുള്ളതുകൊണ്ട് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ, യു, നീ. യു എന്ന് പറയുന്നതിൽ 2-3 വാക്കുകളിൽ ഉപയോഗിക്കും. നീ എന്ന് പറയാനും നിങ്ങൾ, നിങ്ങളെ, നിന്നെ എന്ന് പറയാനും ഉപയോഗിക്കും. അടുത്തത് വി, ഞങ്ങൾ, അസ്, ഞങ്ങളെ. മീ, എന്നെ, എനിക്ക്, എന്നോട്. മൈൻ, എൻ്റേത്, മൈ, എൻ്റെ. അപ്പോൾ ഇവിടെ എൻ്റെ, എൻ്റേതെന്നും പറയുന്നതിൽ വ്യത്യാസം ഉണ്ടെന്ന് മലയാളം അറിയാവുന്നവർക്ക് അറിയാമല്ലോ. അങ്ങനെ ഹി, അവൻ. ഹിസ്, അവൻ്റെ. ഹിം എന്ന് പറയുമ്പം അവനെ. ഷീ, അവൾ. ഹെർ, അവളെ, അവളുടെ. ഇറ്റ്, അത്, അതിനെ, ഇത്, ഇതിനെ. ഇങ്ങനെയൊക്കെ ഉള്ള സന്ദർഭത്തിൽ ഇറ്റ് ഉപയോഗിക്കും. ജീവനില്ലാത്ത വസ്തുക്കളെയാണ് പറയുന്നത്. പിന്നെ ഇറ്റ്സ്, പിന്നെ പശു, പന്നി അങ്ങനെയൊക്കെ ഉള്ള സാധനത്തിനെയും ഇറ്റ് ചേർത്ത് പറയും, മൃഗങ്ങളെയൊക്കെ. ഇറ്റ്സ് അതിൻ്റെ എന്ന് അർത്ഥമുണ്ട്, ഇതിൻ്റെ എന്നും ഉണ്ട്. അവർ, ഞങ്ങളുടെ, നമ്മുടെ. യുവർ, നിങ്ങളുടെ. നിങ്ങളുടെ എന്ന് പറയുമ്പോൾ ബഹുമാനപൂർവ്വം ഒരാൾക്ക് നിങ്ങളുടെ എന്ന് പറയുമ്പോഴും നിങ്ങളെന്ന് പറയുമ്പോഴും ബഹുവചനത്തിന് ഉപയോഗിക്കും, ഏകവചനത്തിന് ഉപയോഗിക്കും. അടുത്തത് ദെയർ, THEIR, ദെയർ, അവരുടെ. മൈൻ, എൻ്റേത്. യുവേഴ്സ്, നിങ്ങളുടേത്. ഹേഴ്സ്, അവളുടേത്. ഹിസ്, അവൻ്റേത്. അവേഴ്സ്, ഞങ്ങളുടേത് അല്ലെങ്കിൽ നമ്മുടേത്. ദേഴ്സ്, അവരുടേത്. അത് കഴിഞ്ഞ് എ എന്ന് പറയുന്നത് ഒരു എന്ന് പറയാനാ ഉപയോഗിക്കും. അടുത്തത് ആൻ, അതും ഒരു എന്ന് പറയാൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ 2 എയും ആനും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ആൻ ഉപയോഗിക്കുന്നത് നമ്മുടെ സ്വരാക്ഷരത്തിന് മുന്നിലാണ്. സ്വരാക്ഷരം വരുന്ന വാക്കുകൾക്ക് മുന്നിൽ ഒരു എന്ന് പറയുന്നതിനാണ് ആൻ ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ സ്വരാക്ഷരം നേരത്തെ പഠിച്ചതിൻ്റെ ഉപയോഗം ഇപ്പം മനസ്സിലായല്ലേ? സ്വരാക്ഷരങ്ങൾ ഏതൊക്കെയായിരുന്നു? എ, ഇ, ഐ, ഒ, യു. ആ എ, ഇ, ഐ, ഒ, യു കൊണ്ട് തുടങ്ങുന്ന വാക്കുകൾക്ക് മുന്നിൽ ഒരു എന്ന് പറയാൻ ഉപയോഗിക്കുന്നതാണ് ആൻ. അതായത് ആൻ ആപ്പിൾ, ആപ്പിൾ, APPLE, ആപ്പിൾ. ആപ്പിളിൻ്റെ ഫസ്റ്റ് ലെറ്റർ എ സ്വരാക്ഷരമാണ്. അപ്പം അതിൻ്റെ മുമ്പിൽ ഒരു ആപ്പിൾ എന്ന് പറയാൻ വേണ്ടിയാണ് ആൻ ഉപയോഗിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും അക്ഷരമാണ് എ ബിഗ് ബോയ് അല്ലെങ്കിൽ എ ബോയ്, എ ബാറ്റ്, എ ക്യാറ്റ് എന്നൊക്കെ പറയുമ്പം ഒരു AIOയിലുള്ള അല്ലാത്ത വാക്കുകൊണ്ട് തുടങ്ങുന്ന ഇതിന് മുന്നിൽ ഒരു എന്ന് പറയാൻ വേണ്ടി. അപ്പം അത് മനസ്സിലായി. എയും ആനും തമ്മിൽ ഒരു എന്നാണ് അർത്ഥം. ഒരു എന്ന് ഉപയോഗിക്കാം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാൻ ആൻ ഉപയോഗിക്കുന്നത് വവൽസിൻ്റെ മുന്നിൽ, സ്വരാക്ഷരങ്ങൾ വരുന്ന വാക്കിൻ്റെ മുന്നിൽ ഒരു എന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്നു. മറ്റേത് അല്ലാത്ത അക്ഷരങ്ങളുടെ മുന്നിൽ. അടുത്തത് ദ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വസ്തുവിനെ ചൂണ്ടി പറയുന്നതിന് അല്ലെങ്കിൽ ഊന്നി പറയുന്നതിന്, പ്രത്യേക വസ്തുവിനെ പ്രത്യേകമായി പറയുന്നതിന്. ദ ബുക്ക്, ആ ബുക്ക്. ഞാൻ ഇന്നലെ മേടിച്ച ഒരു ബുക്ക്. ഇവിടെ എൻ്റെ വീട്ടിൽ ഒരുപാട് ബുക്കുണ്ട്, പക്ഷെ ആ ബുക്കല്ല, ഇന്നലെ മേടിച്ച ഒരു ബുക്ക്. ആ ബുക്കിനെ കുറിച്ച് പറയാൻ ദ ബുക്ക്, ഐ ബോട്ട് യെസ്റ്റർഡേ എന്നൊക്കെ പറയുന്നത്. അത് നമുക്ക് പിന്നെ പറയാം. അപ്പം ദയുടെ അർത്ഥം ആ എന്ന് പറയാൻ വേണ്ടി. അടുത്തത് ആം, ദ ബോയ്, ആൺകുട്ടി, അതൊക്കെയാണ്. ആം എന്ന് പറഞ്ഞ അർത്ഥം ആകുന്നു എന്നാണ് അർത്ഥം. ഇപ്പം ഞാൻ ആകുന്നു അല്ലെങ്കിൽ ആകുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ആണ് ആം ഉപയോഗിക്കുന്നത്. ആം ഒരു കാര്യത്തിൽ മാത്രമേ ഉപയോഗിക്കൂ, ഐ എന്ന് പറയുന്ന വാക്കിന്. ഐ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നാണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞ്. ഐയുടെ അർത്ഥം ഞാൻ എന്ന് ഉപയോഗിക്കാനാണ് ഐ. ആ ഐയുടെ മുന്നിൽ ഞാനാകുന്നു, ഐ ആം എ ടീച്ചർ, ഐ ആം എ ഡാൻസർ എന്നൊക്കെ പറയാൻ വേണ്ടി. അപ്പം ഐയുടെ കൂടെ ആകുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ആം ഉപയോഗിക്കുന്നത്. അപ്പം 2 കാര്യം നമ്മൾ പഠിച്ചു. ഒരു ബുക്കെന്ന് പറയാൻ പഠിച്ച്, ആ ബുക്കെന്ന് പറയാൻ പഠിച്ചു. പിന്നെന്താണ്? ആകുന്നു എന്ന് പറയാനും പഠിച്ചു. അപ്പം ഞാനാകുന്നു എന്ന് പറയാനും പഠിച്ചു. ഇനി അടുത്തത് ഈസ് എന്ന് പറയുന്നത് ആകുന്നു എന്ന് തന്നെയാണ് അർത്ഥം. അടുത്ത ആർ എന്ന് പറയുന്നതും ആകുന്നു എന്നർത്ഥം. ആം, ഈസ്, ആർ, ഇത് 3ന്റെ അർത്ഥം ആകുന്നു എന്ന് തന്നെയാണ്. പക്ഷെ ഇത് 3 സ്ഥലത്തെ ഉപയോഗിക്കുന്നത്. ആം എവിടെ ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഐയുടെ കൂടെയാണെന്ന് പറഞ്ഞു. ഈസ് ഉപയോഗിക്കുന്നത് ഏകവചനത്തിൻ്റെ കൂടെ മാത്രം. ഏകവചനത്തിൻ്റെ കൂടെ
ആണ് ഏത് ഉപയോഗിക്കുന്നത്, ഈസ് ഉപയോഗിക്കുന്നത്. ഏകവചനവും ബഹുവചനവും ഇത് കഴിഞ്ഞിട്ട് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരാം. അപ്പോൾ ഇത് അതങ്ങ് ഓർത്ത് വെച്ചോ, അത്രയും മാത്രം പറഞ്ഞാൽ മതി. പിന്നെ ബഹുവചനം 6 ബഹുവചനം ഒന്നിലധികമുള്ള സാധനങ്ങളാകുന്നു എന്ന് പറയാം. വി ആർ ഞങ്ങളാകുന്നു, ഞങ്ങൾ ഇത്രയും പേര് ടീച്ചറാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ഇത്രയും പേര് ഡാൻസുകാരാണ് എന്ന് പറയാൻ, അല്ലെങ്കിൽ ഞങ്ങൾ ഇത്രയും പേര് മറ്റെന്തെങ്കിലും ആണ് എന്ന് പറയാം. ആകുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് 6 ഉപയോഗിക്കുന്നത്. 6 ആം ഈസ് 6. ഈസ് ഉപയോഗിക്കുന്ന ഏകവചനത്തിന്റെ കൂടെ, 6 ഉപയോഗിക്കുന്നത് ബഹുവചനത്തിന്റെ കൂടെ, ആം ഉപയോഗിക്കുന്നത് ഐയുടെ കൂടെ. അപ്പൊ ഇതിന്റെ 3ന്റെ അർത്ഥം ആകുന്നു എന്നാണ്, പക്ഷെ 3 സന്ദർഭങ്ങളിലാണ് ഉപയോഗിക്കുന്നത്. അതത്രയും മനസ്സിലായോ? ഇനി അടുത്ത വാക്ക് വോസ്. വോസ് എന്ന് പറഞ്ഞാൽ ആയിരുന്നു. അതുപോലെ തന്നെ വെയർ, WERE വെയർ, അതിന്റെ അർത്ഥവും ആയിരുന്നു എന്നാണ്. വാസും വെയറിന്റെയും അർത്ഥം ആയിരുന്നു എന്നാണ്. പക്ഷെ വാസ് ഉപയോഗിക്കുന്നത് ഏകവചനത്തിന്റെ കൂടെയും വെയർ ഉപയോഗിക്കുന്നത് ബഹുവചനത്തിന്റെ കൂടെയുമാണ്. ഏകവചനവും ബഹുവചനവും പഠിപ്പിക്കുമ്പോൾ ഇത് മനസ്സിലാവും. എന്നാൽ ഈ അർത്ഥം മനസ്സിൽ ഓർത്തിരിക്കുക, വാസ് വെയർ. പിന്നെ ഇത് രണ്ടും കഴിഞ്ഞ കാലത്തിലാണ്, ഇപ്പോഴത്തെ അല്ല. ആയിരുന്നു എന്ന് പറയാം, ഇപ്പം നടക്കുന്ന കാര്യം പറയാനായിരുന്നു നമ്മൾ ആമും ഈസും 6 ഉപയോഗിക്കുന്നത്. പക്ഷെ ഇവിടെ വാസ് വെയർ എന്ന് പറയുന്നത് ആയിരുന്നു എന്നാണ്. ആയിരുന്നു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ കാര്യം, പണ്ടായിരുന്നു, പണ്ട് നമ്മളൊരു കൊച്ചായിരുന്നു, കുട്ടിയായിരുന്നു എന്ന് പറയാൻ വേണ്ടി, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾക്ക്. അല്ലെങ്കിൽ പണ്ടിൻ്റെ ഉപ്പുപ്പാക്കൊരു ആന ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന കണക്ക് ആയിരുന്നു എന്ന് പറയുന്നിടത്താണ് വാസും വെയറും ഉപയോഗിക്കുന്നത്, ഏകവചനത്തിൻ്റെയും ബഹുവചനത്തിൻ്റെയും കൂടെ. അടുത്തത് ഹാസ്, ഹാവ്. HAS ഹാസ്, HAV ഹാവ്. ഇത് രണ്ടിന്റെ അർത്ഥം ഉണ്ട് എന്നാണ്. ഉണ്ട്, കഴിച്ചു എന്ന് പറയുന്ന ആ ഉണ്ടല്ല, ഉണ്ട്. എനിക്കൊരു പേനയുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു ബുക്കുണ്ട്, എനിക്കൊരു കാറുണ്ട് എന്നൊക്കെ പറയാൻ. അതിൽ ഈ ഹാസും ഹാവും ഉണ്ടെന്നാണെന്ന് അർത്ഥം. പക്ഷെ രണ്ടും 2 രീതിയിലാണ് ഉപയോഗിക്കുന്നത്. ഹാസ് ഉപയോഗിക്കുന്നത് ഏകവചനത്തിന്റെ കൂടെ, ഒരാൾ മാത്രമേ ഉള്ളെങ്കിൽ, ഇപ്പൊ എനിക്ക് ഉണ്ടെന്ന് പറയാൻ ആണ് ഹാസ് ഉപയോഗിക്കുന്നത്. ഹാവ് ഉപയോഗിക്കുന്നത് എവിടെയാണ്? ഐ എന്ന വാക്കിന്റെ കൂടെ, ഞാൻ എന്ന വാക്കിന്റെ കൂടെയും ബഹുവചനത്തിന്റെ കൂടെയുമാണ് ഹാവ് ഉപയോഗിക്കുന്നത്. ഹാസ് ഹാവ് ഒരേ അർത്ഥം, ഉണ്ടെന്നാണ്. അതിന് ഹാസ് ഏകവചനത്തിന്റെ കൂടെ മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. ഹാവ് ഐയുടെ കൂടെയും ബഹുവചനത്തിന്റെ കൂടെ. ഐ എന്ന് പറഞ്ഞാൽ ഞാൻ, ബഹുവചനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒന്നിലധികം പേര്. വി ഹാവ് എ കാർ, ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ കാറുണ്ട്, ഒരു കാറുണ്ട്, ഞങ്ങൾക്കൊരു കാറുണ്ട്. ഐ ഹാസ് എ കാർ എന്ന് പറഞ്ഞാൽ ഐ ഹാസ് എ കാർ എന്ന് പറയൂല, ഐ ഹാവ് എ കാർ, എനിക്കൊരു കാറുണ്ട്. ഹി ഹാസ് എ കാർ എന്ന് പറഞ്ഞാൽ അവന് ഒരു കാറുണ്ട്. ഹി ഹാസ് എ കാർ. അപ്പം അവൻ, അവള് എന്നൊക്കെ ഉള്ള ഏകവചനത്തിന്റെ കൂടെ ഹാസിന്റെ കൂടെ ഹാസ് ഉപയോഗിക്കും. ഐ എന്ന് പറയുന്നതിന്റെ കൂടെയും ബഹുവചനത്തിന്റെ കൂടെയും ഹാവ് ഉപയോഗിക്കും. അടുത്തത് ഹാഡ് എന്ന് പറയുന്ന വാക്കാണ്. ഹാഡ്, ഹാസ് ഹാവ്. HAS ഹാസ്, HAV ഹാവ്. രണ്ടിന്റെ അർത്ഥം ഉണ്ട്, എവിടെയൊക്കെയാണെന്നും അവിടെ എഴുതിയിട്ടുണ്ട്. അടുത്തത് ഹാഡ്. ഹാഡ് എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല, പണ്ടുണ്ടായിരുന്നു. ഭൂതകാലത്തിലെ കാര്യങ്ങൾ പറയുമ്പം, കഴിഞ്ഞു പോയ കാര്യം പറയാനാണ് ഈ ഹാഡ് ഉപയോഗിക്കുന്നത്. ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മള് ഇപ്പൊ ഉണ്ടെന്ന് പറയാൻ ഉണ്ടെന്ന് ഉപയോഗിച്ചാൽ അത് ഇപ്പോഴത്തെ കാര്യമാണ്. ഉണ്ടായിരുന്നെന്ന് പറയാനാണ് ഹാഡ് ഉപയോഗിച്ചത്. ഈ ഹാഡ് എന്ന് പറയുന്നത് ഉണ്ടായിരുന്നു എന്ന് പറയാൻ എവിടെ ആയാലും, ഐയുടെ കൂടെ ആയാലും ഏകവചനത്തിന്റെ കൂടെ ആയാലും ബഹുവചനത്തിന്റെ കൂടെ ആയാലും അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അടുത്തത് ബി. ബി എന്ന് പറയുമ്പം ആയിരിക്കുക എന്നാണ്. ഇതൊരു വെർബായിട്ട് ഉപയോഗിക്കും. പക്ഷെ ഇതിന് പല ഫോമുണ്ട്, ബിയുടെ പല രൂപങ്ങളുണ്ട്. അതൊക്കെ പിന്നീട് പറഞ്ഞുതരാം. ഇപ്പൊ ഇത്രയും മാത്രം, അർത്ഥം മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ബി, ഡു എന്ന് പറഞ്ഞാൽ ചെയ്യുക, ഡിഡ് ചെയ്തു, DID ചെയ്തു, ഡൺ ചെയ്യപ്പെട്ടു, ഒരു കാര്യം ചെയ്തു, ചെയ്യുക. ഡു യുവർ വർക്ക്, നീ നിന്റെ ജോലി ചെയ്യൂ, അങ്ങനെയൊക്കെ പറയും. ഡിഡ് ചെയ്തു, പിന്നെ ഡൺ. ഈ ഡൂവും ഡിഡും ഡണ്ണും ചേർന്ന് ക്രിയകൾ വരുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ഓരോ ക്ലാസ്സിൽ വരുമ്പോൾ പറഞ്ഞുതരാം. ഇപ്പൊ ഇത്രയും മാത്രം ഓർത്തിരിക്കുക. ഡു എന്ന് പറഞ്ഞാൽ ചെയ്യുക, ഡിഡ് എന്ന് പറഞ്ഞാൽ ചെയ്തു, ഡൺ എന്ന് പറഞ്ഞാൽ ചെയ്യപ്പെട്ടു. അത്രയും ആലോചിച്ചാൽ മാത്രം മതി. പിന്നെ ഒരു വാക്ക് അടുത്തത് ക്യാൻ, CAN ക്യാൻ, കഴിയും. കുഡ്, COULD കുഡ്, കഴിയുമായിരുന്നു. WILL വിൽ, ആകും. ഇതൊക്കെ മറ്റ് പദങ്ങളോട് വെർബുകളോട് ചേർന്ന് വരുമ്പോൾ അർത്ഥം അങ്ങനെ വരും, അത് പറയാം. പക്ഷെ ഇവിടെ വിൽ എന്നുള്ളത് ആകുമെന്ന് ഓർത്തു വയ്ക്കുക. വുഡ്, WOULD ആയേക്കും, വുഡ് ആയേക്കും. ഷോൾ,
SHALL ഷോൾ ചെയ്യും, ഷുഡ് ചെയ്തേക്കും, മേ ചെയ്യട്ടെ, മൈറ്റ് ആയേക്കും, മസ്റ്റ് തീർച്ചയായും, ought to ചെയ്യേണ്ടതുണ്ട് എന്ന് നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഡെയർ ധൈര്യപ്പെടുക. ഇതൊക്കെ ഓരോ സ്പെഷ്യൽ വിഭാഗത്തിൽ വരുന്നതാണ്. അതൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ ക്യാൻ എന്ന് പറഞ്ഞാൽ കഴിയും എന്ന അർത്ഥം വരും. കുഡ് കഴിയുമായിരുന്നു. കഴിയുമെന്ന് പറഞ്ഞാൽ ഇപ്പം ക്യാൻ കഴിയുമെന്ന് പറയുമ്പം ഇപ്പം കഴിയുമെന്നല്ല, എന്നെ കൊണ്ട് പറ്റും, ഒരു കാര്യം ചെയ്യാൻ കഴിയും, പിന്നീടുള്ള കാര്യം വരാൻ പോകും, ചെയ്യാൻ പറ്റും. പക്ഷെ കുഡ് എന്ന് പറഞ്ഞാൽ കഴിയുമായിരുന്നു, മുമ്പ് ചെയ്യാൻ പറ്റുമായിരുന്നു, പക്ഷെ ഇപ്പം എനിക്കത് പറ്റിയില്ല, അല്ലെങ്കിൽ ഞാൻ അത് ചെയ്തില്ല, അന്നായിരുന്നെങ്കിൽ അത് ചെയ്തേനെ, അങ്ങനെയൊക്കെ പറയുന്ന കാര്യം. വില്ലെന്ന് പറഞ്ഞാൽ ആകും, ഭാവിയിൽ ഞാൻ ചെയ്യും, ഡോക്ടറാകും അല്ലെങ്കിൽ കളക്ടറാകും, അങ്ങനെയൊക്കെ പറയാൻ വേണ്ടി. വുഡ് ആയേക്കും, ഭാവിയിൽ ഒരു പക്ഷേ ആയേക്കും, അങ്ങനെ പറയാൻ ഉപയോഗിക്കുന്നതാണ് വുഡ്. ഷോൾ ചെയ്യും, ഷുഡ് ചെയ്തേക്കും, മേ ചെയ്യട്ടെ, അനുവാദം ചോദിക്കാനും വരട്ടെ പോട്ടെ അതിനൊക്കെ കൂടെ മുമ്പിൽ മേ ചേർക്കും, അത് പറയാം. മേ മൈറ്റ് ആയേക്കും, മസ്റ്റ് തീർച്ചയായും, ought to ചെയ്യേണ്ടതുണ്ട്, ഡെയർ ധൈര്യപ്പെടുക. അപ്പം ഇത്രയും വാക്കുകൾ, ഈ പറഞ്ഞ ഇത്രയും വാക്കുകൾ അർത്ഥവും സ്പെല്ലിങ്ങും പഠിച്ചു വെക്കുക. അടുത്ത സെക്ഷൻ വീണ്ടും പറഞ്ഞു തരുന്നതായിരിക്കും. ഇതെല്ലാം ഒന്ന് കുറിച്ചും കൂടെ വെക്കണേ. അപ്പം ശരി, അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ.